നമ്മൾ റെഡിയായൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അല്ലാത്ത സമയത്തൊക്കെ എപ്പോഴും പറയുന്ന പരാതിയാണ്, എപ്പോഴും ഞാനാണ് ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നത്, ഞാനാണ് ലേറ്റ്. ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതും അവിടെ പുറകിൽ നിൽപ്പുണ്ട്, അവൻ അവിടെ നിന്നിട്ട് ഓരോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇന്ന് എല്ലാവരും എന്ന് വെച്ചാൽ ഞാനും സെബാനും സ്നേഹയും അമ്മച്ചിയും, ഞങ്ങൾ നാലുപേരും കൂടെ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, ഞങ്ങൾ നാലുപേരും കൂടെ അമ്മച്ചിയുടെയൊക്കെ ഒരു ആങ്ങളുടെ മോനും വൈഫും വടുതലയിൽ താമസിക്കുന്നുണ്ട്, അരൂക്കുറ്റി വടുതലയിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ആദ്യമായിട്ട്, അതായത് സെബാൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാത്തൂൻ്റെയൊക്കെ കൂടെ ആദ്യമായിട്ടൊന്ന് പുറത്ത് പോവാണ്. അപ്പോൾ നമ്മൾ റെഡിയായൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അല്ലാത്ത സമയത്തൊക്കെ എപ്പോഴും പറയുന്ന പരാതിയാണ്, എപ്പോഴും ഞാനാണ് ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നത്, ഞാനാണ് ലേറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ റെഡിയായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ, എല്ലാം പരിപാടിയും കഴിഞ്ഞു, മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഈ സൺലൈറ്റ് അടിക്കണോണ്ട് ഇങ്ങോട്ടേക്ക് കുമ്പിടാൻ പറ്റത്തില്ല, ഭയങ്കര വെട്ടമായിപ്പോൾ. ഓക്കേ, കൊള്ളാവോ? കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നണല്ലേ. ഇപ്പോൾ ഒരു വൈകുന്നേരം ആയി, ശരിക്കും പറഞ്ഞ ഒരു 4:30 മണി കഴിഞ്ഞു, 5 മണി ആവാനായി. ഇപ്പോഴാണ് പോകുന്നത്. അത് റെഡിയായി കഴിഞ്ഞു. ഇനി കുറച്ച് പരിപാടി കൂടിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹമ്മ കുറച്ച് മുന്നേ വന്നേ ഉള്ളൂ. അപ്പോൾ സ്നേഹമ്മക്ക് കൂടെ റെഡി ആവണം. സ്നേഹമ്മ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അമ്മച്ചിയൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ കാണാം കേട്ടോ. അമ്മച്ചി ഇവിടെ പലഹാരമൊക്കെ എടുത്തോണ്ടിരിക്കണേ കേട്ടോ. അമ്മച്ചി അവിടെ സ്നേഹമ്മയുടെ കർക്കിടക വിരുന്ന് പോയി കഴിയുമ്പോൾ പലഹാരം കൊണ്ടുവരുമല്ലോ. അപ്പോൾ ആ പലഹാരമൊക്കെ കൊണ്ടുവന്നതിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുവിധം എല്ലായിടത്തൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ജെസ്സി ആൻറ്റി, അതായത് ആൻറ്റിയുടെയൊക്കെ വീട്ടിലോട്ടൊക്കെ ഉള്ളത് റോസമ്മ ഇപ്പോൾ എടുത്തോണ്ടിരിക്കണേ. കാരണം സ്നേഹമ്മ റെഡിയാവാൻ വേണ്ടി പൊക്കത്തോട്ട് പോയേക്കാണല്ലോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് വന്ന് പലഹാരമൊക്കെ എടുത്തും കൂടെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരം പിന്നെയും വൈകും. അപ്പോൾ അതുകൊണ്ട് റോസമ്മ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തോണ്ടിരിക്കണേ അല്ലേ റോസമ്മ? സ്നേഹമ്മ വന്നു. സ്നേഹമ്മയുടെ പുറകെ വാല് പോലെ എൻ്റെ മോൻ നടക്കുന്നുണ്ട് കേട്ടാ. സ്നേഹമ്മക്ക് ഇന്ന് മറ്റേ ഇതൊക്കെ കിട്ടിയൊക്കെ കാണിച്ചാ, പുള്ളിക്കാരത്തേക്ക് ഇന്ന് കിട്ടിയതാണ് കേട്ടോ. പുള്ളി നേരത്തെ ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തത്, എറണാകുളത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് അവരൊരു മൊമെൻറ്റം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരിപാടിക്കൊക്കെ പോയിച്ചിന്ന് രാവിലെ. അങ്ങനെ ഞങ്ങൾ ഒരു യൂബർ ഓട്ടോയൊക്കെ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ കാര്യത്തിൽ നീണ്ടു നിവർന്നിങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്, ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഉറക്കത്തിൻ്റെ മൂടാണ് ആശാൻ. വൈകുന്നേരം സാധാരണ ഉച്ചക്ക് ഉറങ്ങുന്നതാണ്, ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യത്തിൽ സ്നേഹാൻറ്റിയുടെ മേത്ത് തലയും അമ്മച്ചിയുടെ മടിയിൽ കാലും വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാം. സെബാനാണെങ്കിൽ വർക്കും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞു വെച്ചത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇവിടെ എത്തിയിട്ടോ, ആൻറ്റിയുടെയൊക്കെ വീട്ടിലെത്തി. അപ്പോൾ വടുതലയിലാണ്, വടുതല അരൂക്കുറ്റിയിലാണ് അവരുടെ വീട്. അരൂക്കുറ്റിയിൽ തന്നെ അഞ്ചുകണ്ടു, കൊമ്പനാമുറി, അങ്ങനെ എന്തോ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അവിടുത്തെ കറക്റ്റ് സ്ഥലങ്ങളുടെ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ സിസ്റ്റർ, ഞങ്ങളുടെ കസിൻചേച്ചി പുള്ളിക്കാരത്തി സിസ്റ്ററാണ്. അപ്പോൾ പുള്ളിക്കാരത്തി വന്നേക്കണത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി വന്നുകൊണ്ട് ആൻറ്റി പറഞ്ഞു നമുക്ക് ഒരു ദിവസം നിന്നിട്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ചായയുടെയൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചിയുടെ കസിൻസിൻ്റെ വീടൊക്കെ ഉണ്ട് അവിടേക്ക്. അമ്മച്ചിയുടെ അപ്പൻ്റെ അമ്മയുടെയും വീട് വടുതലയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മച്ചിയുടെ ആൾക്കാരൊക്കെ കുറേ പേരുണ്ട് വടുതലയിൽ. അപ്പോൾ അമ്മച്ചിയുടെ അമ്മായിയുടെയൊക്കെ വീട്ടിലൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ആൻറ്റിക്കാണെങ്കിൽ ഒരു എളുപ്പ വഴി അറിയാവുന്നതുകൊണ്ട്, ഒരു ഇടവഴിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ആൻറ്റിയാണ് ആദ്യമേ പോയത്. ആൻറ്റിനേലും മുമ്പ് അത് നടക്കണ്ടായിരുന്നു. ഏതാണ്ട് അവനെല്ലാ വഴി അറിയാവുന്ന പോലെ അവൻ വലിയ കാര്യത്തിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ പണ്ടത്തെ സ്ഥലങ്ങൾ പോലെയൊക്കെ തോന്നും. കാരണം ഇങ്ങനത്തെ വേലികളും കുറേ പറമ്പുകളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും നമ്മുടെ കൊച്ചിയിലൊക്കെ ഒന്നും അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെയൊക്കെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും സെബാനും ജെനിഞ്ചേട്ട എത്തിയിട്ടുണ്ടായിരുന്നു. ജെനിഞ്ചേട്ട ആൻറ്റിയുടെ മോനാണ് കേട്ടോ ജെനിഞ്ചേട്ട അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെരുമ്പളം പാലം കാണാമെന്നും പറഞ്ഞ് പോയി. നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയൊരു അഭിമാനമായിട്ടുള്ളൊരു പാലമാണല്ലോ അത്. കേരളത്തിൽ തന്നെ വളരെ നീളം കൂടിയ ഒരു പാലമാണ്. അപ്പോൾ അങ്ങനെ അത് ഈ വടുതലയുടെ അടുത്താണ് ഈ പെരുമ്പളം പാലം.
അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി അതും കൂടെ കണ്ടേക്കാന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ ഞങ്ങൾ പോയപ്പോഴത്തേനും രാത്രിയായിരുന്നു പോയത്, അതുകൊണ്ട് അത്ര അങ്ങോട്ട് കാണാനായിട്ട് പറ്റിയില്ല. ഞാൻ വെട്ടമുള്ള ഒരു സമയത്തൊക്കെ പോയി പാലത്തിന്റെ ഫുൾ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് എഴുന്നേച്ചത്. പക്ഷെ അവര് വന്നപ്പോഴത്തേനും അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല പിറ്റേ ദിവസം ആണെങ്കിലും പോകാൻ സമയവുമില്ല, കാരണം സെബാനൊക്കെ രാവിലെ തന്നെ ജോലിക്കും പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നടന്നു പോയി കാണാൻ വേണ്ടി പറ്റത്തില്ല, കാരണം അത്യാവശ്യം ദൂരമുണ്ട്. അങ്ങനെ പാലത്തിൽ കയറി, പാലത്തിൽ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത്രയും അങ്ങോട്ട് വലിയ കാറ്റുകളൊന്നും വന്നൊന്നുമില്ല. ചെറിയ ചെറിയ കാറ്റുകൾ ഇങ്ങനെ തട്ടിത്തടഞ്ഞിങ്ങനെ പോകുന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. അത് പക്ഷെ നല്ല നീളമുള്ള പാലമായിരുന്നു കേട്ടോ, നല്ല നീളമുള്ള പാലമായിരുന്നു. ഞങ്ങൾ ഇതിൽ കൂടി കയറി അപ്പുറത്ത് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ തിരിച്ചു വന്നിട്ടാണ് പാലത്തിൽ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നേച്ചത്. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കാം. നമുക്കൊരു സന്ധ്യാസമയമൊക്കെ നമ്മളേക്ക് നല്ലൊരു വൈബാ, നല്ലൊരു രസമുണ്ട് നമുക്കിങ്ങനെ വന്നൊക്കെ ഇരിക്കാനായിട്ടൊക്കെ. എല്ലാവർക്കും അത്യാവശ്യം ക്ഷീണമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നേരം പാലത്തിൻ്റെ അവിടെ നിന്നൊന്നുമില്ല. പിന്നെ അത് കുറച്ച് നേരം പാലത്തിൽ അവിടെയൊക്കെ തീട്ടി കളിച്ചായിരുന്നു. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് കുത്തിയിരിക്കുകയാണ്. അതുവാണെങ്കിൽ സ്നേഹയുടെ ഫോണും നോക്കിക്കൊണ്ട് അവക്കടെ മടിയിൽ ഇരിക്കുന്നുണ്ട്. അവള് ആദ്യം തലേക്ക് ഇങ്ങനെ തടവി അവളും ആദ്യം തമ്മിൽ നല്ലൊരു ബോണ്ടാണ്, ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് എടുക്കാൻ തീരുമാനിച്ചു. ഫുഡാണെന്നെങ്കിൽ രാത്രിത്തേക്ക് ആൻറ്റി സ്പെഷ്യലായിട്ട് ഇങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി എല്ലാം പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചേക്കണായിരുന്നു. ഞാൻ പിന്നെ കൂടുതൽ സഹായത്തിനായിട്ട് അപ്പുറത്തെ വീട്ടിലൊരു ഇത്തയും വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ അയൽപ്പക്കക്കാർ. അപ്പോൾ അവരായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ അവർ ഇങ്ങനെ വന്ന് ആൻറ്റിക്ക് സഹായിച്ച് ഓരോന്നൊക്കെ ചെയ്തൊക്കെ കൊടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ അടുക്കളയിൽ നിന്ന് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നേച്ചു. അങ്ങനെ എല്ലാവരുടെയും ഫുഡൊക്കെ എടുത്ത് വിളമ്പി. അപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ കറി മാത്രമല്ല നെയ്ച്ചോറും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ കുറേ നാൾ കൂടിയാണ് ഞാനിങ്ങനെ പറയുമ്പോൾ ഈ അപ്പോൾ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ. പക്ഷേ എന്നോട് ക്ഷമിക്കണം, എനിക്കതെന്താ മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ എന്നുള്ളത് വന്നുകൊണ്ടിരിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ജെനിജറിൻ്റെ കയ്യിൽ പ്രൊജക്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സിനിമയൊക്കെ കാണാമെന്ന് പറഞ്ഞ് സെബാൻ പറഞ്ഞുകൊണ്ട് പിന്നെ മാരിയോൻ്റെ ഒരു സിനിമയൊക്കെ കിട്ടും. പക്ഷേ അയാൾക്ക് തന്നെ നേരത്തെ ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.